വീണ്ടും നമുക്ക് ഒന്നിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ ദൈവം വീണ്ടും ഒരവസരം തന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നിന്ന് തുടർന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. For our brief meditation today, please turn with me to 1 Peter chapter 2. 1 Peter chapter 2, verses 13 onwards. 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 1 Peter chapter 2, വേഴ്സസ് 13 onwards. മലയാളത്തിൽ ഞാൻ ആദ്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സകല മനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുക. ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുക. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടം ആകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായി നടപ്പീൻ. എല്ലാവരെയും ബഹുമാനിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ, ദൈവത്തെ ഭയപ്പെടുവേൻ, രാജാവിനെ ബഹുമാനിപ്പീൻ. 18-ാം വാക്യം. വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. 3-ാം അധ്യായം, ആക്ച്വലി 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 12 വരെ വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ സമയം പരിമിതിയാണല്ലോ, പരിമിതമാണ്. അതുകൊണ്ട് അത്യാവശ്യമുള്ളത് മാത്രം വായിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പേ. അവരിൽ വല്ലവനും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വിശേഷ വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ദൈവസന്നിധിയിൽ വിലയേറിയതാകും. അങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരുന്നത്. വേഴ്സ് 7, 7-ാം വാക്യം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. വേഴ്സ് 8. ഒടുവിലായി എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിപ്പി. രണ്ടാം അധ്യായത്തിൻ്റെ 17 നമ്മൾ വായിച്ചായിരുന്നു. ഓക്കെ, നമ്മൾ ഈ വായിച്ച വേദഭാഗങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പത്രോസ് നമ്മുടെ ആ വലിയ രക്ഷയോടുള്ള ബന്ധത്തിൽ ഓൾറെഡി വി ഹാവ് സീൻ പീറ്റർ ഈസ് ടെല്ലിങ് us about the so great salvation that we have received. We have seen how the triune God is involved in our
salvation. Then we have seen the blessings of our salvation and the cost of our salvation and the privileges because of this salvation. And there we can see in our privileges, we can see our identity in Christ. Who we are, what we are. We are God's chosen people, royal priesthood, peculiar people, etc., holy nation. We know that. All these are our identity. Recently we were thinking about our identity. Nowadays there is a lot of identity crisis in the society. I can say some more before, in addition to what you have learned in this youth meeting, but it is not the time to explain all these things. There are so many things we have to study about our identities in the law. But today my subject is not that. Today we are going to think about a subject which is not popular. Many people don't like. That subject is, already we have read in these verses. There is a doctrine of submission. The doctrine of submission. You might have heard about that. The doctrine of submission. It is, as I have said, it is not a popular subject in our culture. We hear that to live as we like. നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം. Live as you like, as you please. Love yourself. Don't care others, what others think. But biblical submission does not mean something, a slavery life or an inferiority life. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കീഴടങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ ഏതാണ്ടൊരു അടിമത്തത്തിൻ്റെതായിട്ടുള്ള ഒരു അനുഭവമോ അല്ലെങ്കിൽ ഏതാണ്ടൊരു തരം താണ അവസ്ഥയാണോ എന്ന് നാം ചിന്തിക്കുവാൻ പാടില്ല. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്. See, there are certain areas in our life we have to submit. നമ്മുടെ ജീവിതത്തിൽ നാം കീഴടങ്ങി താണിരിക്കേണ്ട ചില മണ്ഡലങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുവാൻ പോവുകയാണ്. ഇവിടെ നാം 13-ാം വാക്യത്തിൽ നാം കണ്ടത്, 2:13 നാം വായിച്ച എന്താണ്? ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങിയിരിപ്പിൻ. Submit yourselves to every ordinance of man for the Lord's sake, whether it be to the king as supreme, or unto governors, as unto them that are sent by him, for the punishment of evildoers, and for the praise of them that do well. First of all, we have to submit ourselves to the government. The first area in our life is submission to the government. In Romans chapter 13 also we can see about this. We have to submit to the government. As citizens of heaven, heavenly laws are very important for us. We have dual citizenship, you know that thing. One is we are the citizens of heaven as well as we are the citizens of India. We know that thing. As citizens, Christians should submit to authority, ordinance, king, emperor, governors, etc. A true Christian submits himself to authority because he is first of all submitted to Lord Jesus Christ. ഒരു ക്രിസ്ത്യാനി ആദ്യമായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്, he has already submitted to Christ. That's why he is submitting to these things. The path of submission is a path of blessing.
ദൈവം ഈ ഭൂമിയിൽ ചില ഓർഡിനൻസസ്, there are certain establishments instituted by our law. നിങ്ങൾക്കറിയാമല്ലോ ഏതൊക്കെയാണെന്നുള്ളത്. God has established 3 institutions. 3 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഹോം, ഫാമിലി, human government and the church. I need not explain all these things. These 3 institutions are established by God. Today, Satan is attacking to destroy these 3 institutions. As I have said, submission does not mean slavery or inferiority, but simply the recognition of God's authority in our lives. See, we have to obey our government, rulers. If obeying man's law means breaking God's law, break man's law. മനുഷ്യൻ്റെ നിയമം നാം അനുസരിക്കുമ്പോൾ ദൈവിക നിയമങ്ങളെ നാം ലംഘിക്കുകയാണെങ്കിൽ നാം എന്ത് ചെയ്യണം? മനുഷ്യൻ്റെ നിയമത്തെ നാം ലംഘിക്കണം. We have to respect the office. ദൈവമാക്കിയിട്ടുള്ള ഓഫീസുകൾ, ഔദ്യോഗിക സ്ഥാനങ്ങൾ നാം റെസ്പെക്റ്റ് ചെയ്യണം. ഈവൻ ഇഫ് വി കനോട്ട് റെസ്പെക്ട് ദ ഓഫീസർ, ആ ഓഫീസറെ നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും we have to respect that office. We can see certain examples in the word of God. വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. For example, you know about Daniel and his 3 friends. They refused to obey the king's dietary regulations. എത്ര നല്ല ഫുഡ് അവർക്ക് കിട്ടുമായിരുന്നു, റോയൽ ഫുഡ് കഴിക്കാനുള്ള അവസരം ലഭിച്ചതാണ്. But it was against the law. അതുകൊണ്ട് അവർ റെഫ്യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. റെഫറൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ റെഫറൻസ് ഒന്നും പറയുന്നില്ല. ദെൻ വി ക്യാൻ സീ ഹീബ്രു മിഡ്വൈഫ്സ്. നമ്മൾ എബ്രായരായിട്ടുള്ള ചില മിഡ്വൈഫ്സിനെ കുറിച്ച് നമ്മൾ പുറപ്പാട് പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദാറ്റ് ഹീബ്രു മിഡ്വൈഫ്സ്, they saved the Hebrew boys instead of throwing them into the river Nile. ഇസ്രായേൽ മക്കൾ ആൺകുഞ്ഞുങ്ങളെയൊക്കെ വെള്ളത്തിൽ ആ നൈൽ നദിയിലിട്ട് കൊല്ലണമെന്നുള്ളതായിരുന്നു രാജാവിൻ്റെ നിയമം. ബട്ട് these Hebrew midwives saved the Hebrew boys. Then we know about 3 young Hebrews. They did not worship the image the king made. രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ അവർ വർഷിപ്പ് ചെയ്തില്ല. Because of that, they were thrown into the fire. We know all these things. Then, when we come into the New Testament, the Jewish council commanded Peter and his friends to stop preaching in the name of Lord Jesus Christ. But they refused to obey. Please take Acts 5:29. If you are writing notes, you can write 2 verses, Acts 4:19 and Acts 5:29. Acts 5:29. Peter and the other apostles answered and said, we ought to obey God rather than men. Yes, what did Peter say? We have to obey God rather than the king. Same thing we can see, Paul says in Acts 4:19 also, we can see that. That's why if obeying man's law means breaking God's law, break man's law. We have seen some examples. Here, ഗവർണേഴ്സിനെയൊക്കെ ദൈവം എന്തിനാണ് ആക്കിയിരിക്കുന്നത്? To administer the laws and execute justice. നീതി ന്യായമൊക്കെ നടത്താൻ വേണ്ടിയുള്ളതാണ്. And to punish those who do evil. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെയൊക്കെ ശിക്ഷിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ നല്ല കാര്യമൊക്കെ ചെയ്യുന്നവരെ to praise them. നമുക്കറിയാം ഇത് സംഭവിക്കുന്നതെല്ലാം നേരെ വിപരീതമാണെന്ന് നമുക്കറിയാം. See, when we do something in the will of God, as the servants of God, 2:16
then we are doing it for Lord's sake. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുക? We are doing for Lord's sake. നമ്മൾ നല്ല കാര്യമൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ദുഷ്ട ആൾക്കാരെ we have to make them, to put them silence, അല്ലെങ്കിൽ muzzle them, this critics എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ അവരെ സൈലൻ്റ് ആക്കുക എന്നുള്ളതാണ് നോട്ട് ഒപ്പോസിങ് ദി അതോറിറ്റി എന്നവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ മോശമായിട്ടുള്ള wicked people are good people nowadays. There is a verse in Isaiah chapter 32 verse 5. മലയാളം ട്രാൻസ്ലേഷനിൽ അത് പറഞ്ഞിരിക്കുന്നത്, ഭോഷനെ ഉത്തമനെന്നും ആഭാസനെ മഹാത്മാവെന്നും വിളിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ അതാണ് കാണിക്കുന്നത്. ഭോഷനെ ഉത്തമനായിട്ട് കാണും. See, those who do not know Malayalam, you can take Isaiah 32 and verse 5 or 6, I think so. ഭോഷനെ ഉത്തമനായിട്ട് കാണും, ആഭാസനെ മഹാത്മാവ് കാണും. ഇന്ന് ലോകത്തിൽ ഇന്ന് അങ്ങനെ കാണുന്നത്, അങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സോ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള നമ്മൾ, വി ആർ ഫ്രീ ഇൻ ക്രൈസ്റ്റ്, ബട്ട് വി ആർ സ്ലേവ്സ് ടു ക്രൈസ്റ്റ്. വി മസ്റ്റ് നെവർ യൂസ് അവർ ഫ്രീഡം ഫോർ ourselves, for our selfish desires. Don't use the religious freedom to veil our evil actions. So we have to be submissive to the government. So I had to go a little faster. The second area in our life is verse 18, verse 18 to 18. Servants, be subject to your masters with all fear, not only to the good and gentle, but also to the froward. ഇവിടെ we can see submission to the masters. Our submission in our workplace. നമ്മുടെ ജോലി സ്ഥലത്തുണ്ടായിരിക്കേണ്ട സബ്മിഷനെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. Submission to the masters. Peter is telling to the servants. You know, there were so many slaves in early days. The early church never preached against slavery. But eventually, the gospel overthrew the slavery in Roman Empire. There was a terrible slavery in those days. Just also in India also there were slavery in early days. See, there were so many slaves saved. They were converted. And the converted, the saved slaves, they created problems in the church because of their spiritual freedom. You know that church is the only place where the servants and masters have equality. There are no other places. So they exploited and they created problems in the churches. That's why Peter is writing this. Servants, to subject to your masters with all fear. In Titus chapter 2 verse 9 to 15, Apostle Paul writes to the slaves that is related to the grace of God. Here he says that for conscience sake, with fear, not only to good and gentle, but also to the froward. For this is thanksworthy of a man, if a man for conscience were God and endure grief, suffering wrongfully. Though he had to suffer wrongfully, he had to be very patient. Here, in the following verses, Peter is saying Jesus Christ is the best example. Jesus is our perfect example to follow.
he is the example in the way he responded to the suffering. കഷ്ടം അനുഭവിച്ചപ്പോൾ കർത്താവ് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്ക് വലിയൊരു എക്സാമ്പിളായിട്ട്, മാതൃകയായിട്ട് പത്രോസ് ഇവിടെ പറയുക. We know that he has done nothing wrong. He was sinless. Still he suffered at the hands of authorities. The just one suffered for the unjust. Our Lord's humility and submission were not an evidence of weakness but of power. He could have summoned the armies of heaven to rescue himself, but he didn't do that. When he was suffering, when he was standing in front of the Pilate, in other judges, before the soldiers, before the enemies, he was in complete command of the situation. He could have called the armies of heaven to rescue himself. But he died as a savior. Jesus died as a savior, not as a martyr. He died to carry our sins. He died as our substitute instead of us. He is our best example. He was wounded so that we might be healed. He died that we might get life. Here we can see a paradox. Here the healing is not a physical healing, but spiritual healing of our souls. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഭൗമികമായിട്ടുള്ള സൗഖ്യം എന്നതിനേക്കാൾ ഉപരിയായി ദ സ്പിരിച്വൽ ഹീലിംഗ്, ആത്മീകമായിട്ടുള്ള ദ സ്പിരിച്വൽ ഹീലിംഗ് ഓഫ് ദ സോൾ ക്യാൻ ബി സീൻ in the suffering of our Lord Jesus Christ in his death. അടുത്ത വാക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. Let us move to the third word. The third submission, the third area of our submission is submission in hope. Already we have seen submission to the government. Secondly, we have seen submission in our workplace. Now, thirdly, submission in home, family, marriage. All these are connected. We read like this, chapter 3, verse 1. Likewise, ye wives, be in subjection to your own husbands, that if any obey not the word, they also may without the word to won by the conversation of the wives. Likewise, in the same manner, that refers back to the example of Lord Jesus Christ. Our Lord was submissive and obedient to God's will. So a Christian husband and wife should follow his example. To follow Christ's example, first of all, we should know him as our Savior. Those who do not know him as their Savior, they cannot follow Lord Jesus Christ. They cannot understand anything. See, wives should be in subjection. Nowadays, women liberation, all these are happening nowadays. You know that thing. The subjection, what do you mean by subjection? The word translated here, subjection, is a military term. That means to place under rank. You know that there is a rank, an order in the military. This word comes from the original word, Greek word, hupotasso. Need not worry about that. Hupotasso means, hupo means under. Tasso means to arrange. So this is a
military term that means to place under rank. See, God has a place for everything. He has an order. He has ordained various levels of authority. So wives they should be submissive to their husbands. God has ordained that the husband be the head of the home. You know all these things. സാധാരണ കല്യാണ പ്രസംഗത്തിൽ ഇതൊക്കെ കേൾക്കുന്നതാണ്, അതുകൊണ്ട് വിശദമാക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഹീസ് ദ ഹെഡ്, ഹസ്ബൻഡ് ഈസ് ദ ഹെഡ് ഓഫ് ദ ഹോം. കുടുംബജീവിതത്തിൽ ഒരിക്കലും അവരാ മാപ്പിള എന്നുള്ള രീതി വരാൻ പാടില്ല. ഹസ്ബൻഡ് മസ്റ്റ് ബി ദ ഹെഡ് ഓഫ് ദി ഫാമിലി. ആൻഡ് ദ ഹസ്ബൻഡ് submit himself to Christ. Wife is submitted to husband. Husband is submitted to Christ. That is the order. Let us see a reference in 1 Corinthians chapter 11, verse 3. Then you will understand it. 1 Corinthians chapter 11, 3. 11:3. But I would have you know that the head of every man is Christ, and the head of the woman is the man, and head of Christ is God. I think it is clear by that verse. When we say headship, it is not a dictatorship. It is not a dictatorship. But the loving exercise of divine authority under the lordship of Jesus Christ. What do you mean by headship of man? It is not a dictatorship, but it is the loving exercise of the divine authority under the lordship of Jesus Christ. ഒരു ഏകാധിപത്യം എന്നുള്ളതായിരിക്കുന്നില്ല ഹെഡ്ഷിപ്പ്. എന്നാൽ യേശു കർത്താവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ എക്സസൈസ് ചെയ്യുന്ന ഒരു ദൈവികമായിട്ടുള്ള അധികാരത്തെയാണ് ഹെഡ്ഷിപ്പ് എന്ന് പറയുന്നത്. എ ക്രിസ്ത്യൻ വൈഫ് ഷുഡ് സബ്മിറ്റ് ടു എ ഹസ്ബൻഡ് ഈവൻ ഇഫ് ഹി ഈസ് നോട്ട് സേവ്. ഭർത്താവ് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ തന്നെയും ഭാര്യ രക്ഷിക്കപ്പെട്ടാണെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഭർത്താവിന് അനുസരിക്കണം, കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, അന്നത്തെ കാലത്ത് ഒന്നീ ഭാര്യ രക്ഷിക്കപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് രക്ഷിക്കപ്പെട്ടതായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് പത്രോസ് അതിനെക്കുറിച്ച് എഴുതുന്നത്. ഹിയർ പീറ്റർ ഗീവ്സ് 3 reasons why she should submit. എന്തുകൊണ്ട് ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഹി ഗീവ്സ് 3 reasons. 3 കാര്യങ്ങൾ തരുന്നു. പീറ്റർ ഗീവ്സ് 3 reasons why she should submit. First of all, submission is God's commandment. ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. ഞാൻ വേറെ റെഫറൻസ് ഒന്നും എടുക്കുന്നില്ല. God in his wisdom knows that this is the best arrangement for a happy, fulfilling marriage. സംതൃപ്തമായിട്ടുള്ള സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, അതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നുള്ളത് ദൈവത്തിനെ അറിയുള്ളൂ. കാരണം ബിക്കോസ് ഹീ എസ്റ്റാബ്ലിഷ്ഡ് ദ മാരേജ് റിലേഷൻഷിപ്പ്. സോ ദ ബിലീവിംഗ് വൈഫ് should be in subjection to her husband, to be chaste and to be beautiful inside. When we say subjection, that does not mean that the wife is inferior to the husband. ഭാര്യ ഭർത്താവിനേക്കാൾ തരം താണ ഒരാളാണ് എന്നുള്ളതല്ല സബ്ജക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പത്രോസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 7-ാം വാക്യത്തിൽ നിങ്ങൾ കാണുക. 1 Peter 3:7 പറയുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഒരു പ്രത്യേക പ്രയോഗം നാം കാണുന്നു. ബീയിങ് ഹെയർസ് ടുഗദർ ഓഫ് ദ ഗ്രേസ് ഓഫ് ലൈഫ് എന്ന് നമ്മൾ വായിക്കുന്നു.
ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നുള്ള പ്രത്യേക പ്രയോഗം മലയാളത്തിൽ നാം വായിക്കുന്നു. അവിടെ നാം വായിക്കുമ്പോൾ the same creator made man and woman, and both are made in God's image and likeness. God gave dominion to both Adam and Eve. ജനസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദാമിനും ഹവ്വായെയും ദൈവം ഒരുപോലെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ He created them in the image and likeness of God. And in Lord Jesus Christ, both are one when they are saved. അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം, ഭാര്യയും ഭർത്താവ് ഒരുപോലാണോ, പുരുഷനും സ്ത്രീയും ദൈവം ഒരുപോലാണോ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചേക്കാം. ഒരുപോലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. See, when we think about the submission has to do with order and authority, not for evaluation. Even Christ himself became a servant and submitted to God's will. In Ephesians we read that. Says that in Ephesians 5:21, that we read in 5:21, that both husband and wife must first be submitted to Christ. They are partners. They are not competitors. They are not never compete each other. They are partners. So it is a commandment of God. The wife must submit to the husband. Second reason is submission is an opportunity to win the unsaved husband to Christ. If one partner is saved, it is applicable not to all the believers, I think so. Submission is an opportunity to win an unsaved husband to Christ. See, in the character and the conduct of the wife, she can win the lost husband towards the Lord. ഒരു ഭാര്യയ്ക്ക് രക്ഷിക്കപ്പെടാത്ത ഒരു ഭർത്താവിനോടൊന്നോണം എന്നും പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ആളിനെ രക്ഷയിലേക്ക് നയിക്കാനൊക്കത്തില്ല. ഞാൻ ചില സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ ഇറിറ്റേഷനാണ് ഭർത്താക്കന്മാർക്ക് എന്ന് ഈ ഭാര്യമാരിങ്ങനെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ. ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോട്ട് ബൈ വേർഡ്, by the character and the conduct of the wife, she can win the lost husband. Not by preaching in the home, without the word. ദൈവവചനം ആവശ്യമാണ് രക്ഷിക്കപ്പെടാൻ, അതല്ല പറഞ്ഞിരിക്കുന്നത്. എന്നും രക്ഷിക്കപ്പെടാത്ത ഭർത്താവിനോട് ഭാര്യ പ്രസംഗിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. Then thirdly, submission is an ornament. കീഴടങ്ങി ഇരിക്കുക എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ്. Do not let your beauty be that outward adorning or arranging the hair, plaiting the hair. ഇതൊക്കെ പറയുമ്പോൾ സഹോദരിമാർ തലമുടി കെട്ടി വെക്കരുതെന്നോ ഡ്രസ്സ് ധരിക്കരുതോ ഇങ്ങനെയൊന്നുള്ള ഉദ്ദേശമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ അഡോണിങ് എന്ന് പറയുന്നിരിക്കുന്ന ഒരു വാക്ക്, അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കോസ്മോസ് എന്നുള്ള വാക്കിൽ നിന്നാണ്. അതിന് ഇംഗ്ലീഷ് വേർഡ് കോസ്മോസ് വന്നേക്കുന്നത് കോസ്മെറ്റിക് ഒക്കെ വന്നിരിക്കുന്ന ആ ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. യു നോ ദാറ്റ് Roman women, they were attracted by the latest fashions of the day, and they competed with each other in their dress and in their hair do's. അതായത് തലമുടി കെട്ടുന്ന കാര്യത്തിലും വില കൂടിയ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിലും റോമൻ സ്ത്രീകൾ വളരെയധികം അട്രാക്റ്റ് ചെയ്യപ്പെട്ടിരുന്നുണ്ട്. ഇല്ലെന്നല്ല പറഞ്ഞത്, അന്നത്തെ കാര്യത്തിലാണ് ഞാൻ ഈ പറയുന്നത്. So they wanted to impress each other with their glamour. നമ്മൾ കേട്ടിട്ടുണ്ട്, ഗ്ലാമർ എന്ന് കേട്ടിട്ടുണ്ട്. You know that glamour is external and artificial. ഗ്ലാമർ എന്ന് പറയുന്നത് അത് എക്സ്റ്റേണലാണ്, അത് ആർട്ടിഫിഷ്യലാണ് എന്നൊക്കെ നമുക്കറിയാം.
But the true beauty is real and internal. യഥാർത്ഥമായിട്ടുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് അത് ഇൻറ്റേർണലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. See, any husband is proud of a wife who is attractive and beautiful. The beauty must come from the heart, not from the beauty parlor or the stores. ഉദ്ദേശിക്കുന്നതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പം എൻ്റെ ചില അഭിപ്രായങ്ങൾ നിങ്ങളോട് യോജിച്ചു ഒന്നും വരത്തില്ല. ആഭരണം ധരിക്കുന്നതൊക്കെ പാപമാണെന്നൊക്കെ ആണ് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ പഠിപ്പിക്കുന്നത്. ചിലരൊക്കെ രക്ഷിക്കപ്പെട്ട ദൈവദാസന്മാരൊക്കെ സുവിശേഷമൊക്കെ അറിയിച്ച് രക്ഷിക്കപ്പെട്ട് വരുന്ന സഹോദരിമാർ ആഭരണമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഊരിയലേ സ്ഥാനപ്പെടത്തുള്ളൂ. അതിട്ടുകൊണ്ട് വന്നാൽ അപ്പം മുറിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് യു ലൈക്ക്. ഇവിടെ ഞാൻ പറഞ്ഞത്, ഈവൻ ദ ഓർണമെൻറ്റ് ഓഫ് മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, ദാറ്റ് ഈസ് എ ഓർണമെൻറ്റ്. സൗമ്യതയുള്ള, താഴ്മതയുള്ള ഗൂഢമനുഷ്യൻ, അതൊരു ഓർണമെൻ്റാണ്. അവിടെ പത്രോസ്, he points out, Peter now points to an Old Testament wife who exhibited these virtues. ആരാണത്? That was Sarah. She was Sarah, Abraham's beloved wife. There we can see that. I am not going to explain that. That reference is from Genesis 18. Now, in verse 7, he says about the believing husband. Not only to the wives, also to the husbands, he says. Verse 7 says, likewise his husbands dealt with them according to the knowledge, giving honor unto the wife. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രം എന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ എന്ന് നമ്മൾ വായിക്കും. Here Peter is writing to the Christian husbands. അവരോട് പറയുന്ന കാര്യങ്ങൾ നമ്മളോട് വായിച്ച പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞാൽ, in summary, he is reminding them of 4 areas of responsibility in their relationship. ഇവിടെ നാം വായിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് deal with them. Deal with them. അവരോട് വസിക്കണം എന്നുള്ളതാണ്. So you know that marriage relationship, കല്യാണ പ്രസംഗമല്ല, marriage relationship is a physical relationship. It is an intellectual relationship. It is a mental relationship, as well as it is a spiritual relationship. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം. അവരുടെ കൂടെ വസിക്കുക. നമ്മൾ കല്യാണം കഴിച്ചവർക്കും ഇത് നല്ല കാര്യമാണ്, നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇറ്റ്സ് എ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. നമ്മൾ വായിക്കുമ്പോൾ മാരേജ് ഈസ് ഫണ്ടമെൻ്റലി ഇറ്റ്സ് എ ഫിസിക്കൽ relationship. They two shall be one flesh. So it is a physical relationship. See, the Christian males can enjoy a deeper spiritual relationship if they go together. A truly spiritual husband will love his wife, and he will fulfill his duties as a husband. Now, another thing is that according to the knowledge, deal with them according to the knowledge. That is the intellectual side of that relationship. Two married people can live together and not really know each other. Ignorance, that is a dangerous
thing in the marriage. A Christian husband needs to know his wife's moods, feelings, needs, fears, hopes, etc. He needs to listen to her heart, speaking truth in love, that is communication. You know, there is a commitment in the marriage relationship. There is companionship. Also there is communication. Without these three things, marriage cannot be successful. Marriage is a commitment. And it is a companionship. And there must be communication each other. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ വചനശുശ്രൂഷയൊക്കെ ചെയ്യുമായിരുന്നു. എന്നെ എല്ലാവരും ഉപദേശി എന്നായിരുന്നു കളിയാക്കി വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എതിലേ പോയാലും എന്നെ എല്ലാവരും പിള്ളേരെല്ലാം വിളിക്കുന്നത് ഉപദേശി പോകുന്നതാണ് പറയുന്നത്, ഉപദേശി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് വന്ന് പറയാമായിരുന്നു, ബാബു ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സഹോദരി ഒരു ദിവസം എന്നോട് പറഞ്ഞു, അച്ചായൻ്റെ എഴുത്ത് വന്നിട്ട് ഒരു 3-4 ആഴ്ചയായി, ഒരു ഗുരുവും കിട്ടുന്നില്ല. ഗൾഫിലാണ് ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് അധികം നാളായില്ല, ന്യൂലി മാരീഡാണ്. അച്ചായൻ്റെ എഴുത്ത് വന്നിട്ട് ഒരു 3-4, ബാബു സാറേ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. അപ്പം ഈ സഹോദരിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ ദിവസവും പുള്ളിയുടെ എഴുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, വായിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള. ഇദ്ദേഹം അവിടെ ഗൾഫിൽ പോയി കഷ്ടപ്പെടുന്ന ഓരോ ദിവസവും എഴുത്തെഴുതാനാണ് അവിടെ പോയി കിടക്കുന്നത്. ഓരോ ദിവസവും എഴുതി ഇങ്ങനെ വരണം, സഹോദരിക്ക് വായിക്കണം. അവിടെ കാണിക്കുന്ന ഒരു പ്രധാന കാരണമുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. If there is a communication gap between husband and wife, that will make problem. So communication is a very important thing, as well as commitment and companionship. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ച് പോയിന്റ് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ കല്യാണത്തിന് ആരെങ്കിലും എവിടെയെങ്കിലും പോയി പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വളരെ സഹായമായിട്ട് തീരും എന്നുള്ളതിനാണ്. സോ ഹിയർ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? A Christian husband must show consideration for his wife. If he does not understand her needs or problems, he cannot be an intelligent husband. There is no intellectual relationship. He has to give honor to his wife. That means the husband must respect his wife's feelings, thinkings and desires. ഇപ്പോൾ ഒരു ഭർത്താവിന് ഇപ്പോഴേ ഭാര്യ പറയുന്ന കാര്യങ്ങളെല്ലാം എഗ്രി ചെയ്യാൻ ഒത്തുവന്ന് വരത്തില്ല. ഹസ്ബൻഡ് കനോട്ട് എഗ്രി വിത്ത് ഓൾ ഹെർ ഐഡിയാസ്. ഭാര്യ പറയുന്ന എല്ലാ ഐഡിയയും എല്ലാ ഭർത്താക്കന്മാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കുന്ന കാര്യമായിരിക്കത്തില്ല. ബട്ട് ഹി ഹാഡ് ടു റെസ്പെക്ട് ദം. അത് കേൾക്കണം, ആൻഡ് ടു റെസ്പെക്ട് ദം. സാധാരണയായിട്ട് ഒരു കല്യാണം നടക്കുമ്പോൾ we can see God balances a marriage. For example, an impulsive husband എൻ്റെ കൂട്ട് ധൃതി പിടിച്ച ഒരാളായിരിക്കാം, ബട്ട് ഐ ഗോട്ട് എ പേഷ്യൻ്റ് വൈഫ്. അതുപോലെ സംടൈംസ് an impulsive husband often has a patient wife. വൈസ് വേഴ്സ ആകാൻ സാധ്യതയുണ്ട്. That helps or keeps him out of trouble. ദൈവം അങ്ങനെ ബാലൻസ് ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ സഹോദരിമാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പെട്ടെന്ന് ഞാൻ നിർത്താൻ കേട്ടോ, എനിക്കൊരു 5 മിനിറ്റോടെ തരണേ, പെട്ടെന്ന് നിർത്തിയേക്കാം. വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഷീസ് എ വീക്കർ വെസൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബലഹീന പാത്രം. ചില സഹോദരിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ വീക്കർ വെസലാണോ എന്ന് നമുക്ക് തോന്നിപ്പോവാറുണ്ട്, അല്ലേ? ചില ആൾക്കാർ പറയും, ഈ പുരുഷനെയും സ്ത്രീയെയും കൂടെ ഒന്ന് നോക്കുക, പെട്ടെന്ന് അലിയുന്നത് ആരാ? പുരുഷന്മാരാണ്. കാരണം എന്താണെന്നറിയാമോ? പുരുഷന്മാരെ ദൈവം ഉണ്ടാക്കിയേക്കുന്ന മണ്ണ് പെട്ടെന്ന് അങ്ങനെ അലിഞ്ഞു പോകുന്നു. സ്ത്രീ എവിടെ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്? ഫ്രം ദ ബോൺ, അസ്ഥിയിൽ നിന്നാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഫ്രം ദ റേപ്പ്, അസ്ഥിയിൽ നിന്നാണ്. അപ്പം അറിയാമല്ലോ. ബട്ട് എന്തോ ആയാലും ശരി, വേദപുസ്തകം പറയുന്നത് ശരി, വീക്ക് വെസലാണ്.
weaker vessel. What do you mean by that? She is a weaker vessel. This weakness is only limited to the physical അല്ല. ചുടക്ക മസിൽ പവറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പുരുഷന്മാർക്ക്. However, the woman is not weaker in her intellect. She is not weaker intellectually or spiritually. സഹോദരിമാരൊരിക്കലും ബുദ്ധിപരമായിട്ടും ആത്മീകമായിട്ടും അവർ വീക്കർ എന്ന് പറയാനായിട്ട് കാണുന്നത്. ഫിസിക്കലായിട്ട് കുറച്ച് വീക്ക്നെസ് ഉണ്ടായിരിക്കാം, എന്നാലും ദേ ആർ നോട്ട് വീക്കർ ഇൻ്റലക്ച്വലി ഓർ സ്പിരിച്വലി. ഇവിടെ ബീയിങ് ഫെലോ ഹെയർ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഷീ ഷെയർ സം സ്പിരിച്വൽ ക്വാളിറ്റി, ഇക്വാളിറ്റി ബിഫോർ ഗോഡ് ആസ് ഷീ ഡസ് ആസ് ദ ഹസ്ബൻഡ് ഡസ്. ഹസ്ബൻഡിനുണ്ടായിരിക്കുന്നതുള്ള എല്ലാ സ്പിരിച്വൽ ക്വാളിറ്റിയും ഇക്വാളിറ്റിയും ഭാര്യയ്ക്കും ഉണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. രണ്ടുപേരും കൃപയ്ക്ക് അവർ സ്ത്രീ, നമ്മൾ വായിച്ചെന്താ, സ്ത്രീ ബലഹീനപാത്രമെങ്കിലും ജീവൻ്റെ കൃപയ്ക്ക് അവർ ഒരുപോലെയാണ് എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇഫ് ദ വൈഫ് ഷോസ് സബ്മിഷൻ ആൻഡ് ദ ഹസ്ബൻഡ് കൺസിഡറേഷൻ, and if both submit to Christ and follow his example, then they will have an enriching experience in their marriage. വിവാഹ ജീവിതത്തിൽ ഇന്ന് ഒത്തിരി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ എൻറിച്ചിങ് ഓഫ് മാരേജിനെ കുറിച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ രഹസ്യം വേദോത്സവത്തിൽ പറഞ്ഞേക്കുന്നത്. ഇഫ് ദ വൈഫ് ഷോസ് സബ്മിഷൻ ടു ദ ഹസ്ബൻഡ്, ഭാര്യ ഭർത്താവിന് സബ്മിഷൻ ആയിരിക്കുക, കീഴടങ്ങിയിരിക്കുക. ഭർത്താവ് സ്നേഹത്തോട് കൺസിഡർ ചെയ്ത് ഭാര്യയെ കാണുക. രണ്ടുപേരും കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുക, കർത്താവിനെ ഫോളോ ചെയ്യുക. അങ്ങനെയെങ്കിൽ എങ്ങനെയായിരിക്കും? then they will have an enriching experience in their marriage. ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് എ സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. See, in fact, it is the prayer life of a couple that indicates how things are going in that home. ഒരു വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സത്യം എന്ന് പറയുന്നത് അവരുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കി ചെന്ന് പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ നമുക്കറിയാം. If something is wrong, their prayers will be hindered. ആ പ്രയർ ലൈഫ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭാര്യയും ഭർത്താവും they have to pray individually, they have to pray together, they must take time to meditate the word of God and pray. The meditation of the word of God and the prayer is very important. These are the basic to happy holy home. നിങ്ങൾ ഇംഗ്ലീഷ് ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, എ ഫാമിലി ദാറ്റ് പ്രൈസ് ടുഗദർ ഈസ് സ്റ്റേസ് ടുഗദർ എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. മൈ ഫോർത്ത് പോയിന്റ് ഈസ് സബ്മിഷൻ ഇൻ ദ ചർച്ച്. ഓൾറെഡി വി ഹാവ് സീൻ സബ്മിഷൻ ടു ദ ഗവൺമെൻറ്, സബ്മിഷൻ ഇൻ അവർ വർക്ക് പ്ലേസ്, സബ്മിഷൻ ഇൻ ദ ഫാമിലി ഹോം മാരേജ്, ഫോർത്തിലി submission in the church. Here, Peter says that, ഒടുവിലായി, finally, be all of one mind, having compassion one another, love us brethren, be pitiful, be courteous. 2:17 പത്രോസ് പറയുമ്പോൾ, honor all men, love the brotherhood, fear God, honor the king. ദൈവജനത്തോടുള്ള ബന്ധത്തിലാണ് സബ്മിഷൻ. ആസ് ഐ ഹാവ് സെഡ്, സബ്മിഷൻ ഈസ് എ പാത്ത് ടു ബ്ലെസ്സിങ്. ഹിയർ ഫൈനലി ദാറ്റ് വേർഡ് മീൻസ് he is summarizing all teachings of submission. He is summarizing about the doctrine of submission. നേരത്തെ ദ മാനർ എമംഗ് ദ ജെൻറ്റൈൽസ്, ജാതികളുടെ ഇടയിൽ എങ്ങനെ നടക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. എ ഹോണസ്റ്റ് ലൈഫിനെ കുറിച്ച്, എ ലൈവ്ലി ലൈഫിനെ കുറിച്ച് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്.
എ ലവ്ലി ഗുഡ് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ്മിസീവ് ലൈഫ്, കീഴടങ്ങിയുള്ള ജീവിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സബ്മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ പോപ്പുലർ സബ്ജക്റ്റ്. ടുഡേ ഇൻ അവർ കൾച്ചർ വി ഹിയർ ടു live as you like, do as you please, love yourself, don't care others എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താഗതി. Here in these verses, following verses, Peter is saying what should be our attitudes. What are the attitudes the Christian should cultivate? First of all, be one mind. ഇവിടെ വായിക്കുക, ഞാനിപ്പോൾ എല്ലാ വാക്യം എടുക്കുന്നില്ല. Maintain a spirit of harmony, like-minded in the body of Christ. When we say unity, that does not mean a uniformity. പള്ളിക്കൂടത്തിലൊക്കെ പിള്ളേർ യൂണിഫോം ഇട്ടുകൊണ്ട് വരും, നമുക്കറിയാം. That is external thing. But the unity here is, that is a disposition of heart. ഹാർട്ടിൻ്റെ ആറ്റിറ്റ്യൂഡാണ്, ഹൃദയത്തിൻ്റെ നിലയാണത് കാണിക്കുന്നത്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ, യൂണിറ്റി മീൻസ് കോഓപ്പറേഷൻ ഇൻ ദ മിസ്റ്റ് ഓഫ് ഡൈവേഴ്സിറ്റി. The members of the body work together in unity. നമ്മുടെ ശരീരത്തിലെ ഈ അവയവങ്ങളെല്ലാം ഒരു യൂണിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഡിഫറെൻ്റ് ആണ്, ദോ ദേ ആർ ഓൾ ഡിഫറെൻറ്റ്. നമ്മൾ യു നോ ദാറ്റ് ചർച്ച് ഈസ് ബോഡി ഓഫ് ക്രൈസ്റ്റ്. സി, ക്രിസ്ത്യൻസ് മേ ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാ ഒപ്പീനിയൻസ്, അഭിപ്രായങ്ങൾ ഒരുപോലെയല്ല. ബട്ട് വി എഗ്രി ഇൻ ബേസിക് ഡോക്ട്രിൻസ്. ഇൻ ചർച്ച് there is unity in diversity, like the members of the body. ഫിലിപ്പീൻസിലെ പൗലോസ് പറയുമ്പോൾ ബി വൺ അക്കോർഡ് എന്ന് നമ്മൾ വായിക്കും. അവിടെ ഹ്യൂമിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ കർത്താവിൻ്റെ മനോഭാവത്തെക്കുറിച്ച്, ക്രിസ്തുവിലുള്ള ഭാവത്തെക്കുറിച്ചൊക്കെ പറയുന്നതായിട്ട് നാം കാണുവാനായിട്ട് സാധിക്കുന്നു. ഇൻ ഹ്യൂമിലിറ്റി ഹി emptied his majesty, his glory, not his deity, and loved and cared others. He loved us and cared us, died for us. Then we should have compassion, sympathy. Then പൗലോസ് പറയുമ്പോൾ ലവ് വൺ അനദർ എന്നൊക്കെ നാം കാണുന്നുണ്ട്. നമ്മുടെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയും. പത്രോസ് ഈ 1-ാം ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. സിൻസിയർ ലവ്, ഫോർമൽ ലവ് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിന്നെ ബി പിറ്റിഫുൾ, that is a tenderness of heart towards others. ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റീസ് ഒന്നും റോമാ സാമ്രാജ്യത്തിൽ അഡ്മയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇന്നത്തെ സൊസൈറ്റിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര പ്രശംസനീയമായിട്ടുള്ള കാര്യങ്ങളല്ല. വി ആർ ടു ബി കോർട്ടിയസ് എന്ന് പറഞ്ഞിരിക്കുന്നു. കോർട്ടിയസ് എന്ന് പറയുമ്പോൾ ഒരു ജെന്റിൽമാനായിട്ടിരിക്കണം. സോറിയും താങ്ക് യു ഒക്കെ പറയുന്ന ഒരു സോറിയും താങ്ക് യു ഒക്കെ പറയുന്ന ഒരു ജെന്റിൽമാൻ എന്നുള്ള നിലയിലല്ല ഇവിടെ പറയുന്നത്. മോർ ദാൻ ദാറ്റ്, ബി ഹംബിൾ മൈൻഡഡ്. കർത്താവ് പറഞ്ഞു ഐ ആം മീക്ക് ആൻഡ് ഹംബിൾ എന്ന് പറയുണ്ടായി. കർത്താവ് അത് പറഞ്ഞതുകൊണ്ട് ഇന്ന് മീക്കും ഹംബിളും ഒക്കെ ആയിരിക്കുന്ന ആൾക്കാർക്ക് സമൂഹത്തിൽ യാതൊരു വിലയുമില്ലെന്നുള്ളത് നമുക്കറിയാം. കർത്താവ് പറഞ്ഞു ഐ ആം മീക്ക് ആൻഡ് ഹംബിൾ. സി, ഓൾ ദ പവർ ആൻഡ് അതോറിറ്റി വാസ് ഇൻ ഹിസ് ഹാൻഡ്സ്, യെറ്റ് ഹി ബിക്കേം എ സെർവന്റ്. The more we see Jesus, the more we look at him, the more we humble ourselves. അതുപോലെ തന്നെ പത്രോസ് പറയുന്നത് ഡു നോട്ട് റിട്ടേൺ ഈവിൾ ഫോർ ഈവിൾ എന്നൊക്കെ പറയുകയാണ്. കർത്താവ് തന്നോട് എങ്ങനെ മറ്റുള്ളവരെ പ്രതികരിച്ചു, മോശമായിട്ട് ഇടപെട്ടു, ക്രൂരമായിട്ട് ഇടപെട്ടപ്പോൾ കർത്താവ് അവരോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തെന്നുള്ള കാര്യങ്ങൾ അവിടെ പറയുകയാണ്. നമ്മൾ പിന്നെ വായിക്കുമ്പോൾ അപ്പോൾ പത്രോസും മറ്റ് അപ്പോസ്റ്റലന്മാരൊക്കെ പേഴ്സിക്യൂട്ട് ചെയ്യപ്പെട്ട സമയത്ത് അവർ മറ്റുള്ളവർ പീഡിപ്പിച്ച സമയത്ത് ദേ ഡിപ്പെൻഡഡ് ഓൺ പ്രെയർ ആൻഡ് ഗോഡ്സ് പവർ, നോട്ട് ഓൺ ദെയർ ഓൺ വിസ്ഡം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സോ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനാണ്? നമ്മളെ ഒരു വലിയ വി ആർ കോൾഡ് ടു ഇൻഹെറിറ്റ് എ ബ്ലെസ്സിങ്. പെർസിക്യൂഷൻസ് വി സഫർ ഓൺ എർത്ത് ഓൺലി ആഡ് ടു അവർ ബ്ലെസ്സിങ്. നമ്മൾ വായിക്കുമ്പോൾ എന്താണ്? സ്വർഗത്തിൽ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാർ പലയിടത്തും സഭകളായിട്ടും വ്യക്തികളായിട്ടും ദൈവദാസന്മാർ എത്രയോ സ്ഥലങ്ങളിൽ
പീഡിപ്പിക്കപ്പെടുന്നു. ദൈവം നമുക്ക് ഇത്രയും സാവകാശമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് കൂടി വരുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കുറവയാണ്. ഒരു ദിവസം നമുക്കങ്ങനെ വന്നുകൂടാന്നില്ല. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ബട്ട് വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ പ്രയർ ആൻഡ് ഗോഡ്സ് പവർ ഇൻ ദ കമ്മിങ് ഡേയ്സ്. എനിക്ക് പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയാണ്. വി വർ തിങ്കിങ് അബൌട്ട് 4 things, 4 areas in our lives we have to be submissive. Submission to the government, submission in our workplace, submission in the family, marriage, home, then submission to the church. നമ്മൾ ഒരു വാക്യം മാത്രം വായിച്ച് ഞാനൊന്ന് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. Ephesians chapter 5. Ephesians chapter 5. ഇനി ഞാൻ കൂടുതൽ പറയത്തില്ല, വാക്യം വായിച്ച് നിർത്തുകയാണ്. നമ്മൾ വായിക്കുന്നത് വേഴ്സ് 21. Ephesians 5:21. Submitting yourselves one to another in the fear of God. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പി. ഓക്കെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു അതാണ്. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം സഭയായിട്ട് തിരുസന്നിധിയിൽ കടന്നു വന്ന് ലോകവുമുള്ള വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ ചേർന്ന് അങ്ങേ ഓർക്കുവാനും ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ആരാധനയെ അവിടുന്ന് സുഖ്യാഗ്യമായി സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ വചനം ഭാഗങ്ങൾ ഇരിക്കുകയായിരുന്നു. പത്രോസിൻ്റെ ലേഖനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങൾ അനുവർത്തിക്കേണ്ട അനേക കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവസ്നേഹത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഞങ്ങളെ ഗവൺമെൻറ്റിനോട് ബന്ധത്തിൽ, മാനുഷിക ഭരണ അതോറിറ്റിയോടുള്ള ബന്ധത്തിൽ കീഴ്പ്പെട്ടിരിക്കുവാൻ, അതുപോലെ ഞങ്ങളുടെ ജോലി സ്ഥലത്ത് വർക്ക് പ്ലേസിൽ ഞങ്ങളെ കീഴ്പ്പെട്ടിരിക്കുവാൻ ആ സബ്മിഷനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. എല്ലാം ഫോർ ദ സേക്ക് ഓഫ് ദ ലോർഡ് ആയിരിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെങ്ങനെ ആയിരിക്കണം, എങ്ങനെ കീഴടങ്ങിയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് ദൈവജനത്തിൻ്റെ മധ്യ സഭയിൽ ഞങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അത് ഞങ്ങളെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ഒരു വഴിത്താരിയായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വരും ദിവസങ്ങളിൽ കർത്താവേ, ഞങ്ങളെ അവിടുത്തെ വചനം ഞങ്ങളോട് അനുശാസിക്കുന്നതനുസരിച്ച് ഒരു സബ്മിഷൻ ഉള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതുവരെയും കർത്താവെ അങ്ങേ അനുസരിക്കാത്തവരായിട്ട്, അങ്ങക്ക് കീഴടങ്ങാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ കൂടി വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കീഴടങ്ങിയിരിക്കാൻ അവിടെ സഹായിക്കണമേ. അങ്ങേ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിപ്പാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് നടക്കേണ്ടതായിട്ടുള്ള സൺഡേ സ്കൂള്, അതുപോലെ കർത്താവ് യൂത്ത് മീറ്റിംഗ്, അതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉച്ച കഴിഞ്ഞ് നടക്കേണ്ടതായിട്ടുള്ള ഹിന്ദി മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച നടക്കേണ്ടതായിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ യോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശനിയാഴ്ചത്തെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടുത്തെ വരുവാൻ താമസിക്കുന്നെങ്കിൽ കർത്താവ് വീണ്ടും അടുത്ത ആഴ്ച വന്ന് അങ്ങേ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണേ. അവിടുത്തെ ഹിതം പോലെ ഞങ്ങളെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ അവിടുന്ന് കേട്ടോണ്ട് സ്തോത്രം. കുറവുകളൊക്കെ ക്ഷമിക്കണേ. അനുഗ്രഹത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. ഞങ്ങളെ കേട്ടോണ്ട് സ്തോത്രം മാനമോഹത്തോടെ ചെയ്തു തരുന്നു. ക്രിസ്തു യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.